നോക്ക്, വിദേശ ശക്തികളുടെ സഹായത്തോടെ മതമൗലികവാദികളും ഭീകരപ്രവർത്തകരും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോയും റോയും ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പിയാണത്. ജീർണിച്ച രാഷ്ട്രീയ മത്സരം ഈ ഫയലുകൾ തുറന്നു നോക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല. ആസാമും പഞ്ചാബും കാശ്മീരും മാത്രമല്ല, ഈ സംസ്ഥാനവും തകർത്ത് കളയാനുള്ള ആയുധങ്ങളും അക്രമിപ്പടയും നമ്മുടെ തീരപ്രദേശം വഴി കടന്നു വരുന്നുണ്ടെന്നാണ് സൂചന. അതൊക്കെ കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ തനിക്കോ ഒരു മന്ത്രിയായ എനിക്കോ അത്ര എളുപ്പമാണോ അമർനാഥ്? ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്ക് തന്നെ ഞാൻ... സോറി സർ. എട്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എന്റെ അച്ഛൻ നഷ്ടപ്പെടുന്നത്. ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, തിരക്കായിരുന്നപ്പോഴും. വാശിയോടെ ഞാൻ ഉറക്കം വിളിച്ച് കാത്തു നിന്നിട്ടുണ്ടെന്ന് കാണാൻ. ഞാൻ തോൽക്കും, അച്ഛനെ തോൽപ്പിക്കും. വീണ്ടും പുലരിന് മുമ്പ് വാശിയോടെ ഞാൻ ഉണരും. അപ്പോഴും ഞാൻ തോൽക്കും. പിന്നെ കിട്ടി എനിക്ക് മാത്രമായിട്ട്, എന്റെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്റെ അച്ഛനെ കത്തിക്കറിഞ്ഞ വികൃതമായി. എന്റെ അമ്മ ഇപ്പോഴും പറയും, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ അച്ഛൻ എന്റെ നെറ്റിയിൽ ഒരുപാട് മറന്നിട്ടുണ്ട്. പിന്നെ കാത്തിരിക്കാൻ ആരുമില്ലാതായപ്പോ അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ആ കഥകൾ കേട്ട് ഞാൻ കോരിത്തെറിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും, ആ അച്ഛനെ പോലെ പൊരുതാൻ, ആ അച്ഛനെ പോലെ മരിക്കാൻ. അമർന്ന ആ അച്ഛനെ പോലെ മരിക്കാൻ എന്നെ അനുവദിക്കണം സർ, പ്ലീസ്. എനിക്ക് തെറ്റിയടോ. തന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ആത്മവിശ്വാസത്തോടെയാ തനിക്ക് ഞാൻ ഈ ഫയലുകൾ തന്നത്. ഇത് വെച്ച് തനിക്ക് എവിടെ കയറിയും പരിശോധിക്കാം, എന്ത് നടപടിയും സ്വീകരിക്കാം. ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീമായി പറയുന്നത് ആരും തന്നെ തടയില്ല. ക്യാരി ഓൺ.